കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കോച്ച് മനുവിനെതിരെ വലിയ 6 പോക്സോ കേസുകളാണ് അയാൾക്കെതിരെ ഉള്ളത്. അതായത് 2018 ആദ്യ പരാതി ലഭിക്കുന്നു. 2024 വരെ അദ്ദേഹം അപ്പോഴും കോച്ചായിട്ട് തുടരുകയാണ്. ഇടയ്ക്കൊന്ന് മാറി എന്നല്ലാതെ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നു. പക്ഷേ കാര്യമായൊരു ചർച്ച ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടികളെ ഇരയാക്കിയത് ഇയാൾക്കെതിരെ യാതൊരു തരത്തിലുള്ള ചർച്ചയും നമ്മൾ എങ്ങും കാണുന്നില്ല എന്നുള്ളതൊരു വസ്തുതയല്ലേ? സ്വാഭാവികമല്ലേ? അതൊരു അത്ഭുതം തോന്നേണ്ട ഒരു വസ്തുതയല്ലല്ലോ. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചാണ്. നമ്മുടെ ഒരു എന്താണ് പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ്, എന്ത് കാര്യങ്ങളും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവർ ചർച്ച ചാക്കുന്നത് ഒന്നുകിൽ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കണം, അതല്ല എങ്കിൽ കേരളത്തിൽ വൻ രീതിയിൽ കോലാഹലം വരണമെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ അതിലെ ആൾക്കാർ ആരെങ്കിലും പട്ടികയിൽ വരികയാണെങ്കിൽ ഇവിടെ വലിയ ചർച്ചാ വിഷയമാവും. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ എന്താണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, അതും വനിതാ, അതെ, അപ്പം അതും നമ്മുടെ അതിൻ്റെ സെക്രട്ടറി ആരാണെന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച ഇതുവരെ ഒരു മീഡിയാസിലും വന്നിട്ടില്ല. അപ്പോൾ അതൊരു സ്വാഭാവികമല്ലേ? അത് അത്ഭുതമൊന്നും തോന്നിയില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച തന്നെയാണ്. ഏറ്റവും എനിക്ക് സങ്കടകരമായിട്ട് തോന്നിയത് മുഖ്യധാര മാധ്യമങ്ങൾ വരെ ആ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ചർച്ചകളിലൊന്നും നമ്മൾ ആ ഒരു വിഷയം വന്ന് സംസാരം കേട്ടിരുന്നോ? ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ഈ KCയുടെ ഒരു പരസ്യം മുഖ്യധാര പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ, ഇന്നലെയാണോ മെനഞ്ഞാന്നോ, ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു. തീർച്ചയായും. അപ്പം അത് നമുക്കറിയാമല്ലോ അതിൻ്റെ അജണ്ട പരസ്യം. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ട് ചില വാർത്തകൾ മാത്രം അവർ വലിയ ഹൈലൈറ്റ് ചെയ്യും, മിനിറ്റ്. ഏറ്റവും എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഈ പോക്സോ 6 കേസുകളാണ്, അതും പരിശീലകൻ. ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ മാതാപിതാ ഗുരു ദൈവം, പരിശീലകനാണ്, കോച്ചാണ് ഗുരു, ഈശ്വരന് തുല്യമാവേണ്ട. കൊച്ചു കുഞ്ഞുങ്ങളെ ഏറ്റവും ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനമാണ് പുള്ളിക്കെതിരെ വന്നിട്ടുള്ളത് അല്ലേ. പോക്സോയ്ക്കൊപ്പം തന്നെ കുട്ടികളെ ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത കുട്ടികളെ ഭയങ്കരമായിട്ട് ഫിസിക്കലി കിട്ടാത്ത കുട്ടികളെയൊക്കെ മെൻ്റലി അയാൾ ടോർച്ചർ ചെയ്യുവാണെന്ന് പല രക്ഷിതാക്കളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഇത്രയും ഹരാസ് ചെയ്തൊരു, ശരിക്കും ഇയാളെയൊക്കെ നമ്മൾ വിളിക്കേണ്ടത് ചൈൽഡ് പ്രെഡേറ്റർ എന്നാണ്. കഴുകൻ അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ കുത്തി വലിക്കുന്ന ഈ ഒരു ചൈൽഡ് പ്രെഡേറ്ററിനെ കുറിച്ച് സ്വാഭാവികമല്ലേ? നമ്മുടെ ഒരു കേരളം അങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ കേരളം. ആലോചിച്ചു, ഏത് കേരളം? വനിതാ മതിൽ കെട്ടിയ സ്ത്രീ സുരക്ഷ അല്ലേ, അത് ആ പേരായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോരഘോരം സംരക്ഷണം തീർക്കുന്ന കേരളം, അവിടെയാണ് സംഭവിച്ചത്. അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ, ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ തുറക്കാൻ വയ്യ, ഒരു പാട്ട്, ആ പാട്ടാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, അത് മിനിറ്റ് അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ, പ്രബുദ്ധത എന്താണ്, അതിൻ്റെ അളവുകോലൊക്കെ എന്താണ് അല്ലേ? അതെ. അപ്പോൾ ഇതിനകത്ത് ഇയാൾ ഈ 2012 ഒക്ടോബറിലാണ് ക്രിക്കറ്റ് കോച്ചായിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഇയാൾക്കെതിരെ 2018 ആദ്യത്തെ ഒരു പരാതി വരുന്നുണ്ട്. പക്ഷെ ആ പരാതിയൊക്കെ ഒതുക്കി തീർത്തു. ആ പരാതിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഈ ഒരു വിവാദം വന്നപ്പോഴാണ്. ഇയാൾക്കെതിരെ പിന്നെ കേസ് വരുന്നത് 2022 ആദ്യത്തെ കേസ് വരുന്നത്. പക്ഷെ ആ കേസ് എടുത്തെങ്കിലും ഈ ഇരയായ കുട്ടി ആ കേസ് പിൻവലിച്ചു. അങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പിന്നീട് ആണ് ഇയാൾക്ക് അടുത്ത കേസുകളൊക്കെ വരുന്നു. ഇയാൾക്ക് ജാമ്യം കിട്ടി, ഇയാൾ പുറത്തു വരികയാണ്. പോക്സോ കേസിൽ ജാമ്യം കിട്ടി പുറത്ത് വന്നതിന് ശേഷവും ഇയാളെ വീണ്ടും ക്രിക്കറ്റ് കോച്ചായിട്ട് അവിടെ നിയമിക്കുന്നു KCA. പക്ഷെ അത് തെറ്റുപറ്റിപ്പോയി എന്ന് KCA ഇപ്പോൾ പറയുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറയും, ഞങ്ങൾക്കത് അക്കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി എന്നവർ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പറയുവാണ്, ഭാരതം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലാണ്. കപ്പൊക്കെ ആയി അല്ലെ, ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് എവിടെ നിൽക്കുവാണ്. അതുപോലെ വനിതാ ക്രിക്കറ്റ് ആണെങ്കിലും നമ്മൾ ഏറ്റവും ഉയരങ്ങളിൽ, പണ്ടത്തെ പോലെ കൊച്ചു കുഞ്ഞുങ്ങള് യൂഷ്വലി ഇപ്പം നമുക്ക് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് നമുക്ക് കളിക്കാൻ പറ്റില്ല, പക്ഷെ മാറിയിരുന്ന് നമ്മൾ കാണും. എൻ്റെ ഒക്കെ ഒരു ചൈൽഡ്ഹുഡിൽ ഈ വിമൻ ക്രിക്കറ്റ് വലുതായിട്ട് ഇതില്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവർ കളിക്കണ കളി ആസ്വദിക്കും. സച്ചിൻ, ദ്രാവിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത്രയും ഒരു ഫാൻഷിപ്പാണ്. സ്കൂൾ ബുക്കാണെങ്കിലും ലേബൽ വരെ അതൊക്കെയാണ് നമ്മുടെയൊക്കെ. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ് കാലം മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേൾഡ് കപ്പ് നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമൊക്കെ എത്തിയപ്പോൾ കൊച്ചു കുട്ടികൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളും ഇതിലേക്ക്, നമ്മുടെ കേരളത്തിൽ നിന്ന് മിന്നുമണി എന്നൊക്കെ പറയുന്ന ആലോചിച്ച് നോക്കുക, മിന്നുമണി. അപ്പൊ നമ്മൾ അത് KCA സംഭാവന ചെയ്ത ഒരുപാട് പേര് എത്തി. ശ്രീശാന്ത് തൊട്ട് ടിനുയോവനൻ തൊട്ട് എത്രയോ പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് പാഷനായിട്ട് എടുത്തിട്ടുള്ള
കുറേ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലേക്കായിരിക്കും അവർ ഈ അക്കാഡമി ചേർന്നിട്ടുണ്ടാവുക. ശരിക്കും നമ്മുടെ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ KCA പ്രബുദ്ധ കേരളത്തിൽ KCA അല്ലേ, കേരള ക്രിക്കറ്റ് അക്കാഡമി, അതും ആ ക്രിക്കറ്റ് അക്കാഡമിക്ക് ഒരു പാരമ്പര്യമുണ്ട്. 1950 നമ്മുടെ ഗോദവർമ്മ രാജ അദ്ദേഹത്തിൻ്റെ അല്ലെ ആ ഒരു ഇതിൽ അദ്ദേഹം 63 വരെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു പരിശീലകനിൽ നിന്ന് പീഡനം എന്ന് പറയുമ്പം ഏറ്റവും മൃഗീയമാണ്. ലജ്ജിച്ച് ശരിക്കും ഇവിടൊക്കെയാണ് നമ്മൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ട അവസരങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ ഭാരവാഹികൾ കണ്ണടച്ചു എന്നുള്ളതാണ്. അതെ, കണ്ണടച്ചു. പിന്നെ അതിൽ തന്നെ എനിക്ക് അതിശയം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറ്റാരോപിതനെ കുറിച്ച് ഒരു കുഞ്ഞ് മൊഴിമാറ്റി പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് ഇരയ്ക്കൊപ്പം അല്ല എപ്പോഴും വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പം ഇര ആരെങ്കിലും കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ തന്നെ അവളെ വലിച്ചു കീറാൻ അപ്പൊ കൊച്ചുകുട്ടിയും കൂടെ ആയിരിക്കും. അപ്പൊ ആ കുഞ്ഞ് എന്തായിരിക്കും മൊഴി മാറ്റത്തിന് പിന്നിലുള്ളതെന്നൊന്നും നമുക്കറിയില്ല. ഭീഷണിയാണോ? തീർച്ചയായിട്ടും ഭീഷണി തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ ഈ കുട്ടികൾ നമ്മൾ പല രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ രക്ഷിതാക്കൾ അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോച്ച് പല രീതിയിൽ അവരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഏറ്റവും വലിയൊരു ഗുരുതര ആരോപണം വന്നിട്ടുണ്ടല്ലേ, BCCIക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശാരീരിക ക്ഷമത ഉണ്ടോയെന്ന് കാണിക്കാൻ വേണ്ടി കുട്ടികളുടെ ബോഡി പാർട്ട് അങ്ങനെ. അപ്പൊ അതിന് സമ്മതിക്കാത്ത കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി നിനക്ക് ഇനി ക്രിക്കറ്റ് ഇല്ല, നിന്റെ ഭാവി എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. ഇതൊക്കെ ഇവിടെ ചർച്ചയായോ? നമ്മുടെ പ്രഭുത്വ എന്താ അവർ പറയാ, അത് സംഭവം എന്താണ്, ആളെ പിടിച്ചല്ലോ അല്ലെങ്കിൽ ആൾക്കെതിരെ കേസ് ഇട്ടല്ലോ. ഇത് റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ ആൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരെണ്ണത്തിൽ ഇയാള് കുറ്റാരോപിതനായിട്ട് വീണ്ടും ഈ കുട്ടികളെ തന്നെ പഠിപ്പിക്കാൻ വീണ്ടും കൊച്ചു കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു Under 14 Under 16 ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് വീണ്ടും ഇയാൾ തന്നെ എടുത്തു. അത് KCAക്ക് എന്ത് ന്യായം പറയാൻ പറ്റും? പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്കറിയാം 2020 ശേഷമൊക്കെ ഒരു പോക്സോ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ മസ്റ്റായിട്ടും ഒരു ഇന്റേണൽ അതോറിറ്റി വേണമെന്നുണ്ട്. KCAക്ക് അതില്ല. ഇവിടെ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്, ഒരു സ്ത്രീ. പക്ഷേ ആലോചിച്ചൊക്കെ കുട്ടികൾക്ക് ഒരു സെക്ഷലി അല്ലെങ്കിൽ അങ്ങനത്തെ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്റേണൽ അതോറിറ്റി വേണം. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. കാരണം ഇപ്പം പോക്സോ ആക്ട് 2020 ശേഷം 2020 ശേഷമാണ് കുറെ കൂടെയൊക്കെ എല്ലായിടത്തും ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ KCA എന്നൊക്കെ പറയുമ്പോൾ എന്ത് നോക്കൂത്തിയാണ്. ഇപ്പോൾ അവർ തെറ്റിക്കും. കാരണം ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നായിക്കഴിഞ്ഞപ്പോൾ എല്ലാം രക്ഷിതാക്കളൊക്കെ ഇറങ്ങി. കുറേയൊക്കെ രക്ഷിതാക്കൾ ആദ്യം ഭീഷണിപ്പെടുത്തുന്നതാണ് കേട്ടത്. അപ്പോൾ പക്ഷേ ഒറ്റക്കടയുടെ രക്ഷിതാക്കൾ ഒന്നൊന്നായിട്ട് ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പം തുറന്ന് പറയുക മാപ്പ് എന്ന് പറയുകയേ നിവർത്തിയുള്ളൂ അല്ലേ. അപ്പം മാത്രമാണ് അവര് തെറ്റ് സമയങ്ങൾ. പക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അവരുടെ ഭാഗത്ത്. സംരക്ഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും തീർച്ചയായും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ മനു എന്ന് പറഞ്ഞ കോച്ചൊക്കെ ഒരു ചെറിയ മീനായിരിക്കും. തലപ്പത്ത് വലിയ ആളുകൾ ഇതേ രീതി ഇതിന്റെ അപ്പുറം അതിന് കുറെ കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ തീർച്ചയായും ഇതാണ്. അതിപ്പോ സംരക്ഷിച്ച് നിർത്തിയേ പറ്റൂ. ഇനി പക്ഷെ ഇനിയിപ്പോ കേസാണ് എത്ര നാളത്തേക്ക് നമുക്കറിയാം. ഇവിടെ എന്തോരം കേസുകൾ നോക്കൂ. നമ്മുടെ കേരളത്തിലെ അവസ്ഥ, തീവ്രത, പീഡനത്തിന് വരെ തീവ്രത നോക്കുന്ന ആൾക്കാരുണ്ട്. അതെ, നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സുരക്ഷിതയാണ്? എന്താണ് ഇവിടെ? കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് വിഷമം. എത്രയോ നമ്മൾ അടിക്കടി കുട്ടികളെ വലിച്ചു കീറുന്ന. പക്ഷേ ഇത്രയും ഉള്ള ഒരു ആലോചിച്ച് നോക്കൂ. ഇപ്പം എനിക്കൊരു മകളാണ്, നാളെ അവൾക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നൊക്കെ അമ്മ പരിശീലനം നമ്മൾ വിടുവോ? ഭയമായിരിക്കും. എന്ത് രീതിയിൽ നമുക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും? ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. പക്ഷേ ഇവിടെ അത് അഡ്രസ് ചെയ്യപ്പെടുന്നതേ ഇല്ല. ആർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വയ്യ. അതാണ് ഇപ്പോൾ പറഞ്ഞതല്ലേ പരസ്യം. ഈ എന്തുകൊണ്ട് നിശബ്ദത ആയെന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ KCAയുടെ വലിയ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള നിശബ്ദതയാണ്. ഞാൻ പറഞ്ഞ ഒരു ധാർമ്മികതയൊന്നും മാധ്യമങ്ങൾക്കില്ല. അതെ, അല്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ഇതിനെതിരെ കണ്ണടക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അന്ത്യചർച്ചകൾ ചെറിയ പക്ഷവാദികളോ അവരും മിണ്ടുന്നില്ല. ഞാൻ എല്ലാവരുടെയും ടൈം ലൈനിൽ പോയി നോക്കി. എല്ലാ സ്ത്രീ എത്ര പേരാണ് ആ സ്ത്രീ. അപ്പം ഞാനിപ്പോൾ ആലോചിച്ച് നോക്കിയ ഒരു കാര്യം, ഒരു ചെറിയ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് പറയാം. ഒരു കളക്ടർ ബ്രോ, നമ്മുടെ പ്രശാന്ത് ബ്രോയുടെ വായിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു മെസ്സേജ് എങ്ങാണ്ട് ഒരു പത്രപ്രവർത്തകൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ നടന്നപ്പോൾ ഒരു ബഹളം ഭയങ്കരമായിരുന്നു. ഒരു ശ്രീജിത്ത് പണിക്കർ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടപ്പം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ബഹിഷ്കരണം. ആലോചിച്ചൊക്കെ ഒരു വാക്കുകളിൽ വരെ ഏറ്റുപിടിച്ചിട്ട് ഏറ്റവും വലിയ റേപ്പ് ജോക്ക് ആണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാ പ്രമുഖരായിട്ടുള്ള സ്ത്രീപക്ഷവാദികളുടെയും ടൈം ഒരാൾ പോലും ഇതിനെക്കുറിച്ച് വായ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും. എന്നെല്ലാവരും ലജ്ജിക്കണം ശരിക്കും. അപ്പോഴാണ് സെലിബ്രിറ്റീസിന്റെ ചില കാര്യങ്ങൾ ആലോചിക്കുന്നത്. കേരളത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ പറയില്ല. നമുക്ക് ഇന്ത്യ ചില കാര്യങ്ങൾ കാണുമ്പം പ്രമുഖരായിട്ടുള്ള നടന്മാരുണ്ട് അല്ലേ, പറയും ലജ്ജ കൊണ്ട് തല ഞാൻ താഴ്ത്തുന്നു. ഈ
അത്തരം സിറ്റുവേഷൻസിലാണ് ഇവരെ ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ടത്. ശരിയല്ല ഞാൻ ഈ പറയുന്നത്? ഇവിടെ അങ്ങനെയല്ല. നമുക്ക് എല്ലാം ഇവിടെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ധ്രുവീകരണം, പോളറൈസേഷൻ ചെയ്തൊരു സമൂഹമായിട്ട് പ്രബുദ്ധകാരണം എന്നേ മാറിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.